ജൂലൈ 11 മുതൽ 14 വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. തൃത്താല മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ വീണ്ടും നാട്ടുകാർ രംഗത്ത്. ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. തിരുമറ്റക്കോട് പഞ്ചായത്തിലെയും നാഗലശ്ശേരി പഞ്ചായത്തിലെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചാത്തന്നൂർ ചേമ്പ്രക്കുന്നിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ്ടും സമരം ശക്തമാക്കുന്നത്. ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. തിരുമറ്റക്കോട് പഞ്ചായത്ത് ഓഫീസ് മുതൽ ചാത്തന്നൂർ സെന്റർ വരെയായിരുന്നു മനുഷ്യച്ചങ്ങല. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ മനുഷ്യച്ചങ്ങലിൽ കണ്ണികളായി. കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ചാത്തന്നൂരിലെ കരിങ്കൽ ക്വാറിക്കെതിരെയുള്ള ഹൈക്കോടതിയിലെ കേസ് നടപടികളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് ക്വാറി അടച്ചുപൂട്ടിക്കുക, ക്വാറിക്കെതിരായ കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുവാൻ ഭരണസംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് പ്രതികരണ വേദി മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ക്വാറിക്കെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം ഇവിടെ നടന്നതാണ്. ഏതാനും മാസങ്ങളായി ബന്ധപ്പെട്ടവരുടെ നടപടികൾ കാത്തുകിടക്കുകയായിരുന്നു പരിസരവാസികൾ. വീണ്ടും ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെയാണ് പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുന്നത്. 60-70 ടണ്ണുള്ള ലോറികൾ അനിയന്ത്രിതമായി ഈ നാട്ടിലൂടെ പോയത് കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ പ്രതികരിക്കേണ്ടുന്നവരും കേസ് ഹൈക്കോടതിയിൽ നല്ല രീതിയിൽ കൊണ്ടു നടന്ന് നമുക്ക് ജനത്തിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കേണ്ടവരും ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംരക്ഷിക്കേണ്ടവരുമായ കുറച്ച് വിഭാഗം നിസ്സംഗരായി നിൽക്കുകയാണ്. ഏത് സമരം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എതിർക്കുന്ന വിഭാഗം ഈ സമരത്തിനും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജനകീയ സമരസമിതിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സമരം നടത്താൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് അവിടെ സാധ്യമായില്ല. അപ്പൊ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ രീതിയിൽ സമാന മനസ്കരായ ഈ നാടിനെ സ്നേഹിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് രൂപീകരിച്ചാണ് ഈ ചാത്തന്നൂർ പ്രതികരണ വേദി. ഇതില് രാഷ്ട്രീയമില്ല, ഇതില് ഇലക്ഷനിൽ ലക്ഷ്യമില്ല. ഞങ്ങൾക്ക് ഈ നാട് സംരക്ഷിക്കണം, ഈ ജനങ്ങൾക്ക് ഇവിടെ സ്വൈരസുന്ദരമായി ജീവിക്കണം. ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഇപ്പൊ 75-ാം വാർഷികം ആഘോഷിച്ചു. നാളെ 100-ാം വാർഷികവും 150-ാം വാർഷികവും 200-ാം വാർഷികവും ആഘോഷിക്കണമെങ്കിൽ ആ സ്കൂള് ഉന്നതിയിലേക്ക് ഉയരണമെങ്കിൽ ഈ കോറി ഇവിടെ ഉണ്ടെങ്കിൽ കോറി മാത്രമേ ഉണ്ടാവുള്ളൂ, സ്കൂൾ ഉണ്ടാവില്ല.